നികത്തുവേൻ നികത്തുവേൻ, വഴി ഒരുക്കുവേൻ, എൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവിൻ എന്നും അവൻ അരുളി ചെയ്യുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദ്രോഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു. ഞാൻ കോപിച്ച് മുഖം മറിച്ചു. എന്നാറേ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ആമേൻ. എല്ലാ കണ്ണിലും അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്തനേ കർത്തനേ, മരണത്തെ ജയിച്ചെഴും ഏറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കർത്തനേ കർത്തനേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്വർഗീയ പിതാവേ, പരിശുദ്ധനെ, നല്ല കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായിട്ട് ഞങ്ങളങ്ങ് വാഴ്ത്തും നന്ദി പറയുന്നു. നാഥ, ആവലോടെ അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. അവിടുത്തെ ആമേൻ ജീവനുള്ള അപ്പം, ആമേൻ സ്വർഗീയ മന്ന ഞങ്ങൾക്ക് തന്ന് പരിപോഷിക്കണം. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും, കർത്താവെ ഇവിടെ ഇരിക്കുന്ന സകലരെയും, കർത്താവെ പ്രസംഗിക്കുന്ന അടിയനെയും, കർത്താവെ അവിടുത്തെ അപ്പം ആമേൻ ജീവനുള്ള മന്ന തന്ന് പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി കടന്നു വന്നതുപോലെ അല്ല, ജീവൻ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച്, കർത്താവെ ഒരു ഗൈഡൻസോടുകൂടി പോകുവാൻ, കർത്താവെ റിസ്റ്റോർ ചെയ്യപ്പെട്ടവരായിട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സഹോദരിമാരെ സഹായിക്കണം. ഞങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സഹായിക്കണം. കർത്താവ് ഈ ആലയത്തെ മുറ്റുമായിട്ട് ഏൽപ്പിക്കുകയാണ്. ഓൺലൈനിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, എല്ലാവരെയും നിറച്ചാട്ട്, എല്ലാവരുടെയും അകത്ത് ആമേൻ 100 മേനിയായിട്ട് കായ്പാൻ സ്വർഗം സഹായിക്കണം. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായിട്ട് നന്ദി. പൂർണ്ണ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ശക്തിയെ അവിടുന്ന് ആമേൻ പകരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും മാനവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. യേശുവിന്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോദനമേ, പരിശുദ്ധ നല്ല പിതാവേ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട ആമേൻ വേദഭാഗം നമുക്ക് പരിചിതമായിരിക്കുന്ന, ആമേൻ അതിപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. എന്നിരുന്നാൽ തന്നെയും കർത്താവിന് സ്തോത്രം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനും നമ്മുടെ പാട്ടുകളും ആമേൻ നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ ആമേൻ സ്തോത്രം തുടങ്ങുന്നതും അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നതും ഒക്കെ ആയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം
ഉന്നതനാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദൈവം ആമേൻ സ്തോത്രം മഹത്വപൂർണ്ണനായിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. അവൻ ശാശ്വതവാസിയാണ്. കർത്താവിന് സ്തോത്രം. ഉയർന്നിരിക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമാണ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. പരിശുദ്ധനായവൻ ആമേൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വചനം പറയുന്നത്, ഉന്നതനും പരിശുദ്ധനുമായിട്ട് വസിക്കുന്ന ദൈവം താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെയും കൂടെയും വസിക്കുന്നു. അതൊരു ഭയങ്കര റെവലേഷനാണ് കേട്ടോ. കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന് പകല് ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിയ ഒരു ഇൻസൈറ്റാണ്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധനായിരിക്കുന്ന ദൈവം, ഉന്നതനായിരിക്കുന്ന ദൈവം, ആമേൻ ശാശ്വതവാസിയായിരിക്കുന്ന ദൈവം, ആമേൻ സ്തോത്രം മഹാപരിശുദ്ധൻ എന്ന പേരുള്ള പരിശുദ്ധൻ തന്നെയായ ദൈവം, ആമേൻ സ്തോത്രം മനോവിനയമുള്ളവരോട് കൂടെയും മനസ്താപം എന്ന് പറഞ്ഞ റിപ്പൻറ്റൻസ് ഉള്ളവരോട് കൂടെയും ആമേൻ അവർക്ക് ചൈതന്യം വരുത്തുവാൻ വേണ്ടി അവരോട് കൂടെയും വസിക്കുന്നു. ഇത് നിങ്ങൾ വിട്ടുകളയരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ. വചനം ഇത്തിരി നീണ്ടതായതുകൊണ്ടും ആമേൻ മലയാളത്തിൻ്റെ ആ ട്രാൻസ്ലേഷനകത്ത് ഇങ്ങനെ അങ്ങ് പരന്ന് കിടക്കുന്നതായതുകൊണ്ടും പിടിക്കാതെ പോകരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ദൈവം ആമേൻ മനസ്താപമുള്ള മാനസാന്തരമുള്ള ഒരുവൻ്റെ കൂടെ വസിക്കുന്നു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? അവന് ചൈതന്യം തരാൻ, കർത്താവിന് സ്തോത്രം അവനെ റിസ്റ്റോർ ചെയ്യാൻ, അവൻ്റെ അകത്ത് ജീവനെ പകരാൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലേ? കർത്താവിന് സ്തോത്രം. ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ദൈവമേ എത്രയോ നാളായി പല പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കുന്നു, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങ് നിരാശപ്പെട്ടു പോകുന്നത് പോലെ, കർത്താവ് എന്നാ ഇതിനൊരു പരിഹാരം, നീ ഇതിനകത്തൊരു പരിഹാരം തരുമോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത അല്ലേ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ വായിച്ച വാക്യം ആമേൻ സ്തോത്രം, നമ്മളോട് മനസ്സലിവുള്ള, നമ്മെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. എല്ലാവരും ആമേൻ പറഞ്ഞില്ല? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവിന് സ്തോത്രം. ഈ വചനം 100 മേനിയായിട്ട് നിങ്ങളുടെ അകത്ത് ഫലം കായ്ച്ചാൽ ആമേൻ സ്തോത്രം, ഒരു നിരാശയുടെ ദുർബോധത്തിന് നമ്മളെ പിടിക്കാൻ സാധിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. തരത്തിൽ നിന്ന് പിശാച് വാദിക്കുന്ന സകല മണ്ഡലത്തിൻ്റെ അകത്തും ഇറങ്ങി വന്ന് നമ്മുടെ കൈപിടിച്ച് ആമേൻ സ്തോത്രം നമുക്ക് ജീവൻ നൽകുന്ന ഒരു നല്ല ദൈവം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാ ആമേൻ സ്തോത്രം, ഞാനത് ചെയ്യും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാ. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ആ ആ ആ ആ ഞാൻ ഉന്നതനും പരിശുദ്ധനുമായിട്ട് വസിക്കുകയാണ്. ആമേൻ സ്തോത്രം. എന്നിട്ട് ദൈവം പറയുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തുടക്കത്തിലെ പറയട്ടെ, ബി ഹംബിൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മുടെ ആമേൻ സ്തോത്രം ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ കൊമ്പുകളൊക്കെ അങ്ങ് വെട്ടിക്കളയണം, കുരുക്കുകളൊക്കെ അങ്ങ് വെട്ടിക്കളയണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഭയങ്കര സംഭവമാണെന്നൊന്നും ആരും വിചാരിക്കരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വചനം പറയുകയാണ്, നിന്നെയാ ദൈവത്തിന് ആവശ്യം. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധനായി ഉന്നതനായി വസിക്കുന്ന ദൈവത്തിന് നിന്റെ അകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് വസിക്കാൻ താല്പര്യമുണ്ടെന്ന്. കർത്താവിന് സ്തോത്രം. മനസ്താപമുള്ളവർ ആമേൻ മനസ്സിനും, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്താൻ വേണ്ടി എന്ന് പറഞ്ഞ ഗീവ് ലൈഫ്. കർത്താവിന് സ്തോത്രം. നമുക്കൊക്കെ ആമേൻ സ്തോത്രം ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും മരിച്ച അവസ്ഥയാണ്. കർത്താവ് ആരോട് പറയാൻ പോലും ആരുമില്ലാത്ത എന്നോട് പല സഹോദരിമാരും പറഞ്ഞ് കേട്ട് എനിക്ക് തന്നെയും അറിയാവുന്നൊരു കാര്യമാണ്. കർത്താവ് എല്ലാവരും ഉണ്ട് എന്ന് ആരുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിനകത്തൊരു വിഷയത്തെ പറയുവാനും പങ്കുവയ്ക്കുവാനും ഷെയർ ചെയ്യുവാനും നമുക്ക് ആരുമില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിനക്ക് ജീവൻ നൽകുവാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. കർത്താവിന് സ്തോത്രം. 15-ാമത്തെ വാക്യം പറയുകയാ, താഴ്മയുണ്ടെങ്കിൽ
മാനസാന്തരപ്പെടുവാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ നീ മിടുക്കനാകണമെന്ന് അല്ല വചനത്തിൽ പറയുന്നത്. നമ്മൾ ഇന്ന് വായിച്ച കുറിവാക്യത്തിനകത്ത് എവിടെയും മിടുക്കിനെ കുറിച്ച് പറയുന്നില്ല. നീ മിടുക്കനായിരുന്നു അതുകൊണ്ട് നിന്നെ സഹായിക്കുമെന്ന് ആ വചനത്തിൽ എവിടെയും നമ്മൾ കാണുന്നില്ല. കർത്താവിന് സ്തോത്രം. അവിടെ കാണുന്നത് വീണുപോയ ഒരു ജനത്തെക്കുറിച്ചായി പറയുന്നത്, പരാജയപ്പെട്ടു പോയ ഒരു ജനത്തെക്കുറിച്ച്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കേട്ടോ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി താഴ്ത്തിക്കോ, ദൈവസന്നിധിയിലേക്ക് കൊമ്പുകളെയൊക്കെ അങ്ങ് മാറ്റിക്കോ. എല്ലാ ദുഷ്ടതയും അകൃത്യവും അഹങ്കാരവും എല്ലാം അങ്ങ് നീക്കി വെച്ചാട്ട് ഇന്ന് വരെ ചെയ്തു പോയ സകല തെറ്റുകുറ്റങ്ങളും അപ്പാ പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ദൈവത്തിൻ്റെ വാസം, അത്യുന്നതൻ്റെ വാസം നിൻ്റെ അകത്തേക്ക് വരുവാനായിട്ട് ഇടയാകും. ഇന്ന് വരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവസാന്നിധ്യം ഇന്ന് രാത്രി നിൻ്റെ അകത്ത് നീ അനുഭവിക്കാൻ തുടങ്ങും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടാൽ കർത്താവിന് സ്തോത്രം, ജീവിതത്തിനകത്ത് നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തത് നീ കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് പർവ്വതങ്ങൾ മഞ്ഞുപോലെ മെഴുകുപോലെ ഉരുകിപ്പോകാനായിട്ട് ഇടയാകും. കർത്താവിന് സ്തോത്രം. നിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയെ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം പറയുക, ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താഴ്ത്തി ഏൽപ്പിക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തും. കർത്താവിന് സ്തോത്രം. ആമേൻ. ഇൻ ഡ്യൂ ടൈം He will exalt us. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക. അടുത്ത വാക്യത്തിനകത്ത് ഒന്ന് വായിച്ചോട്ടെ. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചോ. ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, ഞാൻ എല്ലായ്പ്പോഴും കോപിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ദൈവം ആമേൻ ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ഈ പിശാച് നമ്മുടെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇടുന്നൊരു ചിന്തയാ. ആമേൻ സ്തോത്രം. നീ എന്തിന് കൊള്ളാം, നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? കർത്താവിന് സ്തോത്രം. പലപ്പോഴും എന്നോട് പിശാച് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധന്മാരെ ശുശ്രൂഷിപ്പാൻ നിന്നെപ്പോലെ ഒരുത്തനെയാണോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ നീ എന്ത് യോഗ്യതയിലാണ്? കർത്താവിന് ചില ദിവസങ്ങളിലൊക്കെ മാറി നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ത് യോഗ്യത ദൈവസന്നിധിയിൽ നിൽപ്പാൻ, ഈ പുൾപിറ്റിൽ നിൽക്കാൻ എന്ത് യോഗ്യത? കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക, ഞാൻ എന്നേക്കും വാദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഐ വിൽ നോട്ട് അക്യൂസ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തത്തില്ലെന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? കുറ്റപ്പെടുത്താൻ കാര്യമില്ലാഞ്ഞിട്ടല്ല. ഇന്ന് രാത്രി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ കർത്താവിന് സ്തോത്രം, നമുക്ക് പിന്നെ ആരും പറഞ്ഞു തരണ്ട, നമുക്കൊന്ന് താഴാനായിട്ട് നമ്മുടെ മുഖം കുനിയാൻ തുടങ്ങിക്കോളും തന്നെത്താനെ. വചനം പറയുക, നീ മിടുക്കനായതുകൊണ്ടല്ല, പിന്നെയോ ആമേൻ സ്തോത്രം ഞാൻ വാദിക്കാത്തത് കൊണ്ടാണ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനായിട്ട് ആമേൻ സ്തോത്രം കുറ്റപ്പെടുത്തത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയില്ല, അല്ലെങ്കിൽ അവരുടെ സോൾ ആമേൻ ഞാൻ സൃഷ്ടിച്ചുള്ള ദേഹി, എൻ്റെ ക്രിയേഷൻ എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകും എന്ന് പറഞ്ഞ ദൈവം വാദിക്കാൻ തുടങ്ങിയാൽ നിവർന്ന് നിൽക്കാൻ ആർക്ക് സാധിക്കും? ഇയ്യോബ് പരാജയപ്പെട്ടത് നമുക്കറിയാം അല്ലേ? കർത്താവിന് സ്തോത്രം. ഇയ്യോബിനെ പോലെ ഭക്തനും നേരുള്ളവരും നിർദോഷനും നിഷ്കളങ്കനും ഒക്കെ ആയിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് തിരുവചനത്തിനകത്ത് കാണുന്നില്ല. നല്ല സാക്ഷ്യമുള്ളവൻ അല്ലേ? ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് പറയാത്തൊന്നുമില്ല. അതുപോലെ ഭക്തനായിരിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ. വചനം പറയുന്നത് ഇയ്യോബ് ആമേൻ സ്തോത്ര ദൈവസന്നിധിയിൽ ആമേൻ രട്ടുടുത്ത് ചാരം പൂശി താഴെ ഇരുന്നിട്ട് ആമേൻ മാനസാന്തരപ്പെട്ടെന്ന. ഇയ്യോബിന് മാനസാന്തരപ്പെടാനുണ്ടായിരുന്നെന്ന് നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കർത്താവിന് സ്തോത്രം. ഇയ്യോബിന് മാനസാന്തരപ്പെടാനുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റർ മനോജിന് മാനസാന്തരപ്പെടാനല്ല. കർത്താവിന് സ്തോത്രം. ആരെയും കണ്ണുനീരിൽ നിന്ന് ഇറങ്ങാനായിട്ട് സമയം കാണത്തില്ല. കർത്താവിന് സ്തോത്രം. ഇയ്യോബിനെ പോലെ ഒരു നല്ല മനുഷ്യന് ആമേൻ സ്തോത്രം മാനസാന്തരപ്പെടുവാൻ തക്ക വിധം ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ അവിടെ കൊണ്ടു ചെന്ന് എത്തിച്ചു. ഇയ്യോബ് പറയുന്നത്, എനിക്ക് നീ ഒരു കേട്ടുകേൾവി മാത്രമായിരുന്നു, ഇപ്പോൾ ഞാൻ നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, ഞാൻ അറിയുന്നു ഞാൻ ആരാണെന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ ആമേൻ കുറ്റം വിധിക്കാത്തത് കൊണ്ടാണ്, ദൈവം മൗനമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിലും അനുഗ്രഹത്തോടെ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ അകത്ത് കുറ്റമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ അകത്ത് തിന്മ കണ്ടുപിടിക്കുവാൻ ദൈവത്തിന് സാധിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ മിടുക്കന്മാരായതുകൊണ്ടല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നീതി പ്രവർത്തികൾ കറ പുരണ്ട തുണി പോലെ കിടക്കുക. നമ്മുടെ നീതി പ്രവർത്തികൾ, തെറ്റിപ്പോയതല്ല, നീതി പ്രവർത്തികൾ, അനീതിയെക്കുറിച്ച് അല്ല പറയുന്നത്. നമ്മുടെ നീതി പ്രവർത്തികൾ ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണിയാണെങ്കിൽ
നമ്മുടെ അനീതി എങ്ങനെ ഇരിക്കും? കർത്താവിന് സ്തോത്രം. പറഞ്ഞാട്ടെ, നമ്മുടെ അനീതി എങ്ങനെ ഇരിക്കും? ദൈവവചനം പറയുകയാണ്, ഞാൻ വാദിക്കുന്നില്ല. നമ്മുടെ ആമേൻ സ്തോത്രം, നമ്മുടെ അപ്പന്മാരൊക്കെ നമ്മളോട് ഒരിക്കലെങ്കിലും പറഞ്ഞു കാണും, ഞാൻ നിന്നോട് പറയുന്നില്ല, അല്ലേ? നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുണ്ടല്ലേ, ആമേൻ, ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. അതിൻ്റെ അർത്ഥം നീ മിടുക്കനാണെന്നല്ല, അതിൻ്റെ അർത്ഥം നീ എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ലെന്നാ. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൈ വെറുതെ ഇരിക്കത്തില്ല, അല്ലേ? കർത്താവിന് സ്തോത്രം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും കോപിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നശിച്ചു പോകും, കാണത്തില്ല പിന്നെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ആമേൻ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കുമെങ്കിൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മറവി എത്ര അനുഗ്രഹമാണ്. തിരുവചനം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ആമേൻ കുത്തുകൊള്ളും. ആമേൻ സ്തോത്രം. തിരുത്തരം വേണമെന്ന്, അയ്യോ തിരുത്തിയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങും. അപ്പം തന്നെ അതൊക്കെ മറന്നു പോകും. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, മറന്നു പോയത് ഏതായാലും നന്നായി. കർത്താവിന് സ്തോത്രം. കുറ്റമില്ലല്ലോ, ഹൃദയത്തിനകത്ത് മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ലല്ലോ. കർത്താവിന് സ്തോത്രം. എന്നാൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കണം എന്ന് പറഞ്ഞ് എഴുതിയെടുത്ത് ഓർത്ത് കയ്യെ കെട്ടി മുമ്പിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആമേൻ ആ പുസ്തകം എടുത്ത് നോക്കി ഓർത്തു വെച്ച് അനുസരിക്കണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവവചനം അങ്ങനെ അനുസരിച്ച്, അങ്ങനെ കേട്ട് അനുസരിച്ചാൽ അങ്ങനത്തെ അവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യത്തിനകത്തേക്ക് പോട്ടെ പെട്ടെന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യ നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു, ഞാൻ കോപിച്ച് മുഖം മറച്ചു. അവ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മുന്നിൽ പലപ്പോഴും നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അടി കൊള്ളുമ്പോൾ നമ്മൾ പറയുന്ന ആദ്യത്തെ വാക്ക് പോരാട്ടമെന്നാണ്. കർത്താവിന് സ്തോത്രം. കർത്താവ് ചെവിക്ക് പിടിക്കുമ്പോൾ നമ്മൾ പിശാചിനെ നോക്കും, ഇവൻ സ്തോത്രം, എന്നിട്ട് പോരാട്ടത്തിൽ നിന്ന് മാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു എന്ന് പറയും. പിടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൈയാണെന്ന് നമ്മൾ അറിയുന്ന പോലുമില്ല. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാ? കർത്താവിന് സ്തോത്രം. തിരിച്ചറിവില്ലാത്തത് കൊണ്ട്, എൻ്റെ ജനം പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു. കർത്താവിന് സ്തോത്രം. നശിച്ചു പോകുന്ന പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ കണ്ട പാഠങ്ങളാണ്, തിരുവചനത്തിൻ്റെ സത്യങ്ങളല്ല. ഇനി സഭയ്ക്കകത്ത് വന്നാലും പണ്ട് പഠിച്ചതൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യും. കർത്താവിന് സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, ഞാൻ കോപിച്ച് അവരെ അടിച്ചു. നോക്കിക്കേ, കോപിച്ച് അവരെ അടിച്ചു, കോപിച്ച് ഞാൻ മുഖം മറച്ചു, എന്നിട്ടും അവരവരുടെ തോന്നിയ വഴിയിൽ നടന്നു. ഇങ്ങനത്തെ ഒരു ജനത്തെ ദൈവം എന്താ ചെയ്യണ്ടേ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്തണമെന്ന് വിചാരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനത്തെ ഒരു ജനത്തെ എന്തു ചെയ്യണം? പരാജയപ്പെട്ടു പോയ, വീണുപോയ ജനത്തെ എന്തു ചെയ്യണം? ദൈവം എന്തു ചെയ്യണം? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തോന്നിയ വഴിയിൽ നടക്കുന്ന, പറഞ്ഞ അനുസരിക്കാത്ത ഒരു ജനത്തെ എന്തു ചെയ്യണം? കർത്താവിന് സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. 18ാമത്തെ വാക്യം, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഐ നോ ഹൂ ദേ ആർ. അവരെന്താണെന്നും അവരുടെ കൊള്ളരുതായ്മ എന്താണെന്നും ഞാൻ അവരെ കോപത്തോടെ അടിച്ചിട്ടും കോപത്തോടെ മുഖം മറച്ചിട്ടും ആമേൻ സ്തോത്രം അവർ തോന്നിയ വഴിയിൽ നടന്നതും ഞാൻ അറിയുന്നു, അല്ലേ? ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലേ? കർത്താവിന് സ്തോത്രം. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനവരെ സൗഖ്യമാക്കും. അതുകൊണ്ട് ഒരു നിമിഷം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരുവചനത്തെ മാത്രം കാണുന്ന ഒരു കാര്യമാണ് കുറ്റവാളിയെ ആമേൻ സ്തോത്രം കുറ്റവാളിയെ പോലീസുകാരനാക്കുന്ന ദൈവപ്രവൃത്തി. കർത്താവിന് സ്തോത്രം. ആമേൻ. തടവ് പുള്ളിയെ പുറത്തിറങ്ങുമ്പോൾ സ്റ്റാർ വെച്ച് മാനിക്കുന്ന ദൈവപ്രവൃത്തി. 17ാമത്തെ വാക്യത്തിൽ പറയുക, നിന്നെ അടിച്ചു ഞാൻ ക്ഷീണിച്ചു, നീ തോന്നിയ വഴി നടത്തവനാ. എന്നാൽ 18ാമത്തെ വാക്യത്തിൽ പറയുക, ഇതെല്ലാം എനിക്കറിയാമെങ്കിലും ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി കരയുന്നവരുണ്ടെങ്കിൽ, പൊടിഞ്ഞു പോയവരുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, നിന്റെ ദൈവം നിന്നോട് പറയുന്ന ദൂതിത,
ഞാൻ നിന്നെ സൗഖ്യമാക്കും. നോ മാറ്റർ വാട്ട്. കർത്താവിന് സ്തോത്രം. നീ ആരാണെന്നുള്ളത് എനിക്ക് വിഷയമല്ല. നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഞാൻ ഓർക്കത്തില്ല. കോപത്തോടെ ഞാൻ അടിച്ചതും, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ മുന്നിൽ നിന്ന് ഞാൻ എൻ്റെ മുഖത്തെ മറച്ചതും, നിന്റെ കയ്യിലിരിപ്പും കൊള്ളരുമായ്മയും അറിയാവുന്ന ഞാൻ നിന്നോട് വിളിച്ചു പറയുക, ഐ വിൽ ഹീൽ യു. അതിൻ്റെ പേരാ കൃപ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലോട്ട് ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്, പരാജയങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ നമ്മൾ കരയുമെന്നല്ല. പിശാച് നമ്മുടെ അകത്ത് അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് പൊട്ടിച്ചോണം. എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ വീഴ്ചയിൽ പോലും എന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. കോപത്തോടെ അവൻ അടിച്ചിട്ടും അവൻ്റെ കൈ കൊണ്ട് എന്നെ തലോടുന്നൊരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. നീ വീണാലും ആമേൻ സ്തോത്രം നിന്നെ പിന്നെയും പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം പ്രിയ ദൈവ പൈതലേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്ക് സ്വർഗത്തിൽ ആമേൻ സ്തോത്രം അപ്പനായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ സ്തോത്രം, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഐ ഹാവ് സീൻ വാട്ട് ഈസ് ഇൻ യു. ഞാൻ നിന്റെ അകത്ത് എന്താണെന്ന് കണ്ടിട്ടായി വിളിച്ചു പറയുന്നത്. ഞാൻ കണ്ടിട്ടായി ഇത് വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതിൽ കൂടുതൽ എന്തു പ്രാഗൽഭ്യമാ ഒരു ദൈവ പൈതലിന് വേണ്ടത്? എൻ്റെ അപ്പൻ എന്നെ അടിച്ചാലും അവൻ എന്നെ കൈവിടത്തില്ലെന്ന് പറയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആമേൻ സഹോദരം, അതിൻ്റെ അപ്പുറം നിനക്ക് എന്താ വേണ്ടേ? ഇന്ന് പകൽ തകർന്നു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ കുറിച്ചു വച്ചോ. ആമേൻ സഹോദരം, നിനക്ക് വേണ്ടി ഒരു നല്ല പ്രഭാതം ദൈവം വെച്ചിട്ടുണ്ട്. ഇത് നിന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല. ദൈവത്തിൻ്റെ തിരുവചനത്തെ ഞാൻ സാക്ഷിയാക്കി വെച്ച് വിളിച്ചു പറയുന്നതാ. കർത്താവിന് സ്തോത്രം. ഇത് പറയാൻ എനിക്ക് ലജ്ജയില്ല, ഇത് പറയുവാൻ എനിക്ക് സംശയവുമില്ല. ദൈവം അത് ചെയ്യും. ദൈവത്തിൻ്റെ വലങ്കരം നിനക്ക് വേണ്ടി അത് ചെയ്യും. നിന്നെ അവൻ വിടുവിക്കും, നിന്നെ അവൻ സൗഖ്യമാക്കും. നിന്റെ വലങ്കരം പിടിച്ചവൻ നിന്നെ നടത്തും. നീ മിടുക്കനായതുകൊണ്ടല്ല, ആമേൻ സ്തോത്രം, നീ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, പിന്നെയോ ആമേൻ സ്തോത്രം അവൻ നിന്റെ അപ്പനായതുകൊണ്ട്, നിന്റെ അകത്ത് അവന്റെ ജീവനെ അവൻ വെച്ചു തന്നതുകൊണ്ട്, കാൽവരി മലയിൽ നിനക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടതുകൊണ്ട്, അവന്റെ ചൂട് രക്തത്തിന്റെ വിലയാ ആമേൻ സ്തോത്രം ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, നീ പരാജയപ്പെട്ടു പോകത്തില്ല, നീ വീണ് പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. നിന്റെ കരം പിടിച്ചിരിക്കുന്നവൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായവനത്രേ. ഹല്ലേലൂയ. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവം നിനക്കെതിരെ കണ്ണു തിരിക്കത്തില്ല. ദൈവം നിന്നെ വിട്ടുകളയത്തില്ല. ദൈവം നിന്നെ വേണ്ടെന്ന് പറയത്തില്ല. അവന്റെ അത്യന്ത ശക്തി നിന്നെയും നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തിന്റെ മേല് ആമേൻ സ്തോത്രം ശക്തിയോടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹേ പന്ന പിശാചേ, നിനക്കെന്നെ കിട്ടത്തില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി തകർന്നു കിടക്കുന്ന നിന്നോടാ വിളിച്ചു പറയുന്നേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞ ദിവസം ഉപവസിക്കാൻ പറ്റിയില്ല. ആമേൻ സ്തോത്രം. എനിക്ക് യോഗ്യതയുണ്ടോ അപ്പാ നിന്നോട് ചോദിക്കാൻ? ഇന്ന് രാത്രി പോലെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നിനക്ക് വേണ്ടി എന്റെ പൊന്നോമന പൈതൽ ആകാശത്തിന് ഭൂമിക്കും മധ്യേ ഭൂതാണിമേൽ തൂക്കപ്പെട്ടത് നീ മിടുക്കനായത് കൊണ്ടല്ല, നീ നേരുള്ളവനായതുകൊണ്ടല്ല, നീ വിശ്വസ്തനായതുകൊണ്ടല്ല, നീ ശുദ്ധിയുള്ളവനായതുകൊണ്ടല്ല. ദൈവത്തിന്റെ വചനം പറയുക, റോമാലേഖനം 5-ാമത്തെ 8-ാമത്തെ വാക്യം പറയുക, ആമേൻ സ്തോത്രം, നാം പാപികളായിരിക്കുമ്പോൾ, കർത്താവിന്റെ സ്തോത്രം, നാം പാപികളായിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ച് അവിടുത്തെ സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചെന്ന് വായിക്കാമോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 8. കർത്താവിന്റെ സ്തോത്രം. പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചെന്ന്. ഈ ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ലവ്. മതി. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയെ അവനത് പ്രദർശിപ്പിച്ചതാ കാൽവരി മലയിലെ ക്രൂശ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശ് കാണുമ്പോൾ ഓർത്തോണം, ഞാൻ ഒരു നാളും പരാജയപ്പെടുത്തില്ല. ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കാം. ആമേൻ സ്തോത്രം. ഞാൻ പരാജയപ്പെട്ടാലും ദൈവം എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും.
എത്ര കുഴഞ്ഞ ചേറ്റിലാണെങ്കിലും ആമേൻ സ്തോത്രം, ദൈവം എന്നെ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തും. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, അവിടുന്ന് അതാ ക്രൂശിൽ ചെയ്തത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യത്തിനകത്ത് 19ാമത്തെ വാക്യത്തിൽ പറയുന്നതെന്നറിയാമോ? ആമേൻ സ്തോത്രം, നിന്നെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന്. ആ 18 കൂടി വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. ചേർന്ന് പറഞ്ഞ്, ദൈവം, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. ഞാൻ കൊള്ളരുതാത്തവളാ, ഞാൻ കൊള്ളരുതാത്തവനാ. സോ വാട്ട്? എന്റെ ദൈവത്തിന് എന്നെ അകത്തും പുറത്തു പറയാം. എന്നിട്ട് വിളിച്ചു പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവം നല്ലവനല്ലോ. അവിടുത്തെ ആമേൻ സ്തോത്രം, അവിടുത്തെ ദയ എന്നേക്കുള്ളത് വെറുതെ പാടുന്നതാണോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീഴ്ചയുടെ ഒരു സീസൺ ഉണ്ട്. അതുകൊണ്ട് പറയരുത് എന്നും എനിക്ക് വീഴ്ചയാണെന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കരച്ചിലിന്റെ ഒരു സീസൺ ഉണ്ട്. നീ വിചാരിക്കരുത് എന്റെ ജീവിതം കരഞ്ഞ് ഞാൻ തീർക്കേണ്ടി വരുമെന്ന്. കർത്താവിന് സ്തോത്രം. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തൊരു സീസൺ ഉണ്ട്. അതിന്റെ അർത്ഥം ആമേൻ എന്നും ഉത്തരമില്ലാതെ കൈവിടപ്പെട്ടവനായി പോകുമെന്നല്ല. വായിച്ചാട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ച്. ആമേൻ സഹോദരൻ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-5. ഹല്ലേലൂയ. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. ആമേൻ. കരച്ചിലിന്റെ ഒരു സീസണിന്റെ അകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ദൂത, ഇന്ന് രാത്രി നീ കരയുന്നുണ്ടെങ്കിൽ നീ വിചാരിക്കരുത് ഇന്നും നാളെയും മറ്റന്നാളും അടുത്ത വർഷവും വരെയും ഞാൻ കരയാൻ വേണ്ടി വിധിക്കപ്പെട്ടതാണെന്ന്. അല്ല, ഇന്ന് രാത്രി നീ കരയുന്നുണ്ടെങ്കിൽ ഓർത്തോ, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. എന്നാൽ എനിക്കൊരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം, എന്നെ കൈവിടാത്തൊരു ദൈവം, എന്നെ പുതുക്കി പണിയുന്നൊരു ദൈവം. ദൈവത്തിന്റെ വചനം പറയുക, അതുകൊണ്ട് ഉഷസ്സിലോ ആനന്ദഘോഷം. ഹല്ലേലൂയ. ജയത്തിന്റെ സന്തോഷം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആനന്ദഘോഷം വരുമെന്നാ കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വിഷമത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രി ദൂതിത, കർത്താവിന് സ്തോത്രം, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ എഴുതി വച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ അല്ലേ, ആമേൻ, എക്ലേസിയാസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 4 and 5. ആമേൻ സ്തോത്രം. 3-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ഇന്ന് രാത്രി കരയുന്നുണ്ടെങ്കിൽ അതൊരു കാലമാ. നിന്നെ കോപത്തോടെ അടിക്കുന്നൊരു കാലം, കോപത്തോടെ മുഖം മറയ്ക്കുന്നൊരു കാലം, അതിനു ശേഷം നിന്നെ കോരിയെടുക്കാൻ വേണ്ടിയിട്ടൊരു കാലം. നിന്റെ ഏത് സാഹചര്യത്തിനകത്തും ഒരു കാര്യം ഉറപ്പിച്ചോണം, അവൻ എൻ്റെ അപ്പനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടാകും. അപ്പോഴും അവൻ നിന്റെ അപ്പനാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സാന്നിധ്യവും അനുഭവിക്കാൻ സാധിക്കാതെ കൈവിടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും സഹോദരി. അപ്പോഴും നിന്റെ കൂടെ തന്നെ നിന്റെ അപ്പനുണ്ട്. വചനം പറയുക, ഒരു സീസൺ ഉണ്ട്, ഒരു സീസൺ. അതിന്റെ അപ്പുറത്ത് അടുത്ത സീസൺ വെളിപ്പെട്ടിരിക്കും. വചനം പറയുക, ചിരിപ്പാൻ ഒരു കാലം ദൈവം വെക്കും. ഇന്ന് രാത്രി വിലപിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ നൃത്തം ചെയ്യുവാനായിട്ടൊരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നെ കൈവിടാത്തൊരു ദൈവം. നിന്റെ കുഞ്ഞിനെ നോക്കി നീ ഇനി കരയരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ചിരിപ്പിക്കുന്ന, നിന്നെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദം കൊണ്ട് നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. വിശ്വസിച്ചിറങ്ങിയത് ഒരു മനുഷ്യനെയല്ല. ആമേൻ സ്തോത്രം. നീ ആമേൻ എന്ന് പറഞ്ഞ് കരം പിടിച്ചിറങ്ങിയത് ഒരു മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരമാ. ആമേൻ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ. അന്ത്യത്തോളം നടത്തുവാൻ മതിയായ ദൈവം. അവൻ നിന്നെ പാതി വഴിക്ക് കളയത്തില്ല. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന സകലതും അനുഗ്രഹിക്കപ്പെടും.
ഇതിന്റെ അകത്തിരിക്കുന്ന സകലതും യഥാസ്ഥാനപ്പെടും. ഇതിന്റെ അകത്തിരിക്കുന്ന സകലതും സൗഖ്യമാകും. മാറാ രോഗികൾ സൗഖ്യമാകും. നിന്റെ അകത്തും പുറത്തും സ്വർഗ്ഗം സൗഖ്യം നൽകും. ഞാൻ പറയുന്നത് ഈ വചനം വെച്ച യേശുവിന്റെ നാമത്തിൽ നീ യഥാസ്ഥാനപ്പെടും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഡോക്ടറിനില്ലാത്ത മരുന്ന് എന്റെ ദൈവം നിനക്ക് വേണ്ടി തരും. കർത്താവിന് സ്തോത്രം. സാധിക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് ആമേൻ സ്തോത്രം, നിന്നെ കൊണ്ട് ദൈവത്തിന്റെ അത്യന്ത ശക്തി വെളിപ്പെട്ടത് ചെയ്യിപ്പിക്കും. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ഒരു ദൈവാസം പറഞ്ഞു, ആമേൻ സ്തോത്രം, ചില കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ആമേൻ, ചിലർക്ക് അങ്ങനെയാ. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന ഒറ്റയെണ്ണം അങ്ങനെ പറഞ്ഞേക്കരുത്. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം എല്ലാം യഥാസ്ഥാനപ്പെടുത്തും, എല്ലാം സൗഖ്യമാക്കും. വചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, അവന്റെ അടുക്കൽ വന്ന, യേശുവിന്റെ അടുക്കൽ വന്ന സകല വ്യാധിയെയും അവൻ സൗഖ്യമാക്കിയെന്ന. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 10 പേര് 2 പേര് സാക്ഷ്യം പറഞ്ഞു. ബാക്കി 9 പേരെ കുറിച്ച് 8 പേരെ കുറിച്ച് പാസ്റ്റർ ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്താ? 8 പേര് സൗഖ്യമായില്ലെന്നാ തോന്നുന്നേ. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നത് അവൻ സകലരെയും സകല വ്യാധിയെയും സൗഖ്യമാക്കിയെന്ന. കർത്താവിന് സ്തോത്രം. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നാളെ ഒരു ദിവസം വരും, അയ്യോ ഇവിടെ ഒരു വലിയ പർവ്വതം ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? സെറുബാബേലിന്റെ മുമ്പിലെ മഹാപർവ്വതമേ നീ ആർ? സെറുബാബേലിന്റെ മുമ്പിലെ മഹാപർവ്വതത്തോട് ചോദിക്കുന്നത് സെറുബാബേൽ അല്ല. സെറുബാബേലിന്റെ മുന്നിലെ മഹാപർവ്വതത്തോട് ചോദിക്കുന്നത് സ്വർഗത്തിലെ അപ്പനാ. എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ നിൽക്കാൻ നീ ആരെന്നാ ചോദിച്ചേ? നിന്റെ വിഷയത്തോട് ഇന്ന് രാത്രി സ്വർഗം ഇടപെടും. മനസ്താപപ്പെടാനായിട്ടൊരു ഹൃദയമുണ്ടോ? കൊമ്പുകളെ തകർത്ത് കളയുവാനായിട്ടൊരു ഒരു താല്പര്യമുണ്ടോ? ദൈവവചനത്തിന് മുമ്പിൽ കീഴ്പ്പെടാനായിട്ടൊരു മനസ്സുണ്ടോ? ഇന്ന് രാത്രി ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. കർത്താവിന് സ്തോത്രം. വചനം പറയുകയാ, ആമേൻ സ്തോത്രം, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ആമേൻ. 57:18. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ I will lead them. ഇന്ന് രാത്രി ഒരു കൺഫ്യൂഷനും നിനക്ക് ആവശ്യമില്ല. അയ്യോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, I will guide you with my own eyes. എന്റെ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലെ ബാങ്കിലെ പണമൊന്നുമല്ല നമ്മൾ നിലനിർത്തുന്നത്, നമ്മുടെ ജോലിയുമല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവേ ആമേൻ സ്തോത്രം, എനിക്കൊന്ന് ഒരു തെളിവ് തരണമേ, ഒരു അടയാളം തരണമേ. എത്രയോ അടയാളം. പിന്നെയും ചോദിക്കും, ഒരടയാളം. മനുഷ്യനല്ലേ, ദൈവമായതുകൊണ്ട് അതങ്ങ് ക്ഷമിച്ച് പിന്നെയും ഒരു അടയാളം കാണിക്കും. കർത്താവിന് സ്തോത്രം. നിന്റെ കയ്യിലിരിക്കുന്ന കടലാസ് അതുകൊണ്ട് ഒരു കാര്യമില്ല. ആമേൻ. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജയോത്സവമായിട്ട് നടത്താനായിട്ടൊരു ദൈവമുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ സ്തോത്രം. ചിലർക്കൊക്കെ മനസ്സിലാകും. കർത്താവിന് സ്തോത്രം. നിന്നെ നടത്തുന്ന ഒരു ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം, നിനക്കില്ലാത്ത മനസ്സമാധാനത്തെ ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ നൽകി തരുന്നൊരു ദൈവം. ആമേൻ സ്തോത്രം. നിന്റെ ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള ആമേൻ സ്തോത്രം, നിന്റെ ബുദ്ധിക്ക് അപ്പുറമുള്ള സമാധാനത്തെ നൽകി തരുന്നൊരു ദൈവം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചു നിർത്തി. കർത്താവിന് സ്തോത്രം. അവൻ അവരെ നടത്തും, അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും. ആമേൻ സ്തോത്രം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് I will restore ഹല്ലേലൂയ their comfort. കർത്താവിന് സ്തോത്രം. അവരുടെ സ്വസ്ഥതയെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ നമ്മുടെ ദൈവം നമുക്ക് മടക്കി തരും. നമ്മൾ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, നീ വിഷമിക്കല്ലേ. നിന്റെ അപ്പച്ചൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഒരിടത്ത് പരാജയപ്പെട്ടു പോയി, സാരമില്ല. ഇന്ന് രാത്രി അപ്പൻ്റെ മുമ്പിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് മനസ്താവപ്പെടുവാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടോ? കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി വീഴ്ചകൾ വന്നു, സാരമില്ല. കർത്താവിന് സ്തോത്രം. അവൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആമേൻ സ്തോത്രം കണക്ക് പുസ്തകം നോക്കുന്ന പണിയല്ല ആമേൻ സ്തോത്രം സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഉള്ളത്. കർത്താവിന് സ്തോത്രം. ധൂർത്തപുത്രൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ വചനം പറയുന്നത് അവൻ അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ടെന്ന. ഇന്ന് രാത്രി മടങ്ങി വരുന്നവരെ ഉറ്റുനോക്കുന്നൊരു ദൈവമുണ്ട്. കാരണം ദൂരത്ത് നിന്ന് വരണമെങ്കിൽ കാണണമെങ്കിൽ ദൂരത്തോട്ട് നോക്കി നിന്നാൽ വേണ്ടേ? കർത്താവിന് സ്തോത്രം. എപ്പോഴും ദൂരത്ത് നോക്കി നിൽക്കുന്നവരെ മാത്രമേ ദൂരത്ത് നിന്ന് വരുന്നവരെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത് വന്ന്
തോണ്ടി വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? കർത്താവിന് സ്തോത്രം. ദൂരത്ത് നിന്ന് ഇന്ന് രാത്രി കേട്ടാട്ട് കർത്താവിന് സ്തോത്രം. നീ എത്ര അകന്നു പോയാലും, നീ എത്ര പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണാലും, ആമേൻ സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ എത്ര സ്ഥലത്ത് കാലടറി പോയിട്ടുണ്ടെങ്കിലും, എത്ര സ്ഥലത്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഇന്ന് രാത്രി കർത്താവിന് നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയുമോ? നിന്റെ മടങ്ങി വരവിന് വേണ്ടി ഉറ്റുനോക്കി നിൽക്കുന്നവനാ എൻ്റെ ദൈവം. കർത്താവിന് സ്തോത്രം. നിന്റെ ദൈവം നിന്നെ കാത്തിരിക്കുക. വചനം പറയുക, ആമേൻ സ്തോത്രം, ഞാൻ അവർക്ക്, ആമേൻ, അവരെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. അടുത്ത വാക്യം, 19ാമത്തെ വാക്യം. ഒരു നിമിഷം. കർത്താവിന് സ്തോത്രം. നിന്നെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ദൈവത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ട്. കർത്താവിന് സ്തോത്രം. ആ പ്രോജക്റ്റിന്റെ പേരാ അധരഫലം എന്ന സ്തോത്രയാഗം. കർത്താവിന് സ്തോത്രം. ആമേൻ. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, കർത്താവിന് നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിന്റെ ഒരു ഘോഷമുണ്ട്. അതെന്തിനുള്ളതാണെന്നറിയാമോ? തകർക്കാനുള്ളതാ. നീ ഇവിടെ നിന്ന് ആർപ്പിടുമ്പോ നിന്റെ മുന്നിൽ ചിലതൊക്കെ വീഴും. കർത്താവിന് സ്തോത്രം. വചനം പറയുക, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. I create the fruit of the lips, peace to him that is far off and to him that is near, saith the Lord, and I will hear him. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ അവൻ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാ സ്തുതി എന്ന മേലാട. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി സ്തുതിക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ പ്രിവിലേജ്. ചിലതിനെ തിരികെ പിടിക്കാൻ എൻ്റെ അപ്പൻ നിനക്ക് തന്ന ടൂളാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നീ സ്തുതിച്ചോ, നീ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, നേരുള്ളവരുടെ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, നേരുള്ളവരുടെ സ്തുതി ദൈവത്തിന് പ്രസാദമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചർച്ച്, ആമേൻ സ്തോത്രം, ചർച്ചിനകത്ത് ആമേൻ ഒരു നേരോടെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ആമേൻ സ്തോത്രം, മിടുക്കന്മാരുടെ സ്തുതിയല്ല, ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ സ്തുതി, മനസ്താപപ്പെടുന്നവരുടെ സ്തുതി. ആമേൻ. കർത്താവിന് സ്തോത്രം. താഴ്ന്നിരിക്കുന്നവരുടെ സ്തുതി. കർത്താവിന് സ്തോത്രം. വീട് പോയാലും ആമേൻ സ്തോത്രം, താഴ്ത്തി ഏൽപ്പിക്കുന്നവരുടെ സ്തുതി. മനസ്സിലാവുന്നവർക്കിടയിൽ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ നിമിഷം വരെ നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് കർത്താവ് നോക്കത്തില്ല. ഈ കേൾക്കുന്ന വചനത്തിന് മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരിക്കലും ഒരു പാപിനിയായ സ്ത്രീ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവളുടെ പാപത്തിൽ പിടിക്കപ്പെടുക, റെഡ് ഹാൻഡഡ് ആയിട്ട്. കർത്താവിന് സ്തോത്രം. ഒരു പാപത്തിന്റെ ആമേൻ ആമേൻ സ്തോത്രം ആമേൻ പാപത്തോടെ പിടിക്കപ്പെടുക. ദൈവത്തിന്റെ വചനം പറയുന്നതെന്ന് അറിയുമോ? ലോകത്തിനുണ്ടായ സകലതും അവളെ കല്ലെറിയാനായിട്ട് കല്ലെടുത്തു. അത് മോശയുടെ ന്യായപ്രമാണമാണ്. എന്നാൽ യേശു അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുന്നത്, കർത്താവിന് സ്തോത്രം, അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഒടുവിൽ എല്ലാവരും പോയി. ആമേൻ സ്തോത്രം. ഈ പെങ്കൊച്ച് പേടിച്ച് വിറച്ച് നിൽക്കുകയാ. കാരണം ഉള്ളതാ പാപത്തിലാ പിടിക്കപ്പെട്ടെ, അല്ലേ? ആ നിമിഷം വരെ പാപത്തിൽ പിടിക്കപ്പെട്ടതാ, ഇല്ലാത്തതല്ല, ഉള്ളതാ. കർത്താവിന് സ്തോത്രം. എന്നാൽ എന്റെ യേശു പറഞ്ഞു എന്നറിയുമോ? മേലിൽ പാപം ചെയ്യരുത്, ഞാനും ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. ഇന്ന് രാത്രി അവന്റെ സ്നേഹത്തിന് മാത്രം പകരം വെക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല. ഒത്തിരി മതങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഒത്തിരി മതങ്ങളുണ്ട് ലോകത്തിൽ. ആമേൻ സ്തോത്രം. പേര് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, അല്ലേ? ഈ മതങ്ങൾക്കൊന്നും, ഈ മതങ്ങളുടെ നേതാക്കന്മാർക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവന്റെ സ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം. ആ സ്നേഹമുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആമേൻ സ്തോത്രം, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അവന്റെ പേരാ യേശു ക്രിസ്തു. ഇന്ന് രാത്രി കർത്താവ് നിന്നെ വിളിക്കുക. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വചനത്തിന് മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദുഷ്ടന്മാർക്ക് സമാധാനം ഉണ്ടാകത്തില്ലെന്ന് വചനം പറയുമ്പോൾ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ചെറിയ വിഷയങ്ങളായിരിക്കാം, എന്നാലും ഈ കേട്ട വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ഹൃദയത്തിനകത്ത് മുറിവുകൾ, വേദനകളുണ്ട്. ഓർപ്പിച്ച് സന്തോഷിക്കുന്നൊരു പിശാചുണ്ട്. അതിൻ്റെ അകത്ത് വസിക്കുന്നൊരു പിശാചുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, റിജോയ്സ്, again I'm telling you, rejoice.
ഇന്ന് രാത്രി നിനക്ക് കരച്ചിലിന്റെ സീസൺ ആയിരിക്കാം. ഒരുപക്ഷെ വീണു പോയ പ്രിയപ്പെട്ടവരായിരിക്കാം. എനിക്ക് ദൈവമില്ല, ആരുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ വന്നത് മുഴുവൻ സത്യമായി. എന്നാൽ ആമേൻ സ്തോത്രം, സന്തോഷിക്കണമോ ദുഃഖിക്കണമോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നെ മുറിവേൽപ്പിച്ചത് സത്യമാ, നീ വേദനിച്ചതും സത്യമാ, നിന്റെ ഹൃദയം നീറിപ്പുകയുന്നതും സത്യമാ. പക്ഷേ ആ വിഷമത്തിന്റെ അകത്ത്, ആ കരച്ചിലിന്റെ അകത്ത് സന്തോഷിക്കണമോ ദുഃഖിക്കണമോ എന്നുള്ള തീരുമാനം നമ്മുടെയാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കർത്താവിന് സ്തോത്രം. വേണമെങ്കിൽ എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് കരയാം, അല്ലെങ്കിൽ എന്നെ കൈവിടാത്തൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ പിന്നെയും കാരാഗ്രഹത്തിന്റെ മധ്യത്തിൽ പാടി സ്തുതിക്കാം. സ്തുതിക്കുന്ന നിനക്ക് വേണ്ടി, നേരുള്ള നിനക്ക് വേണ്ടി, താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിനക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി തന്നെ ആമേൻ സ്തോത്രം സൗഖ്യത്തിന്റെ കരം നീട്ടും. ഇന്നു രാത്രി നീ യഥാസ്ഥാനപ്പെടുത്തും. കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് സംഭവിക്കാത്തത് ഇന്നു രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. പിശാച് കുടിയിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. കണ്ടറിഞ്ഞ് വെട്ടാൻ സാധിക്കുമോ? ക്ഷമിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത, ആ വേദനയെ കൊണ്ടു നടന്ന് സന്തോഷിക്കുന്ന, ആമേൻ എന്നെ വേദനിപ്പിച്ചു, ഞാനങ്ങനെ സന്തോഷിക്കുക, കരഞ്ഞ് സന്തോഷിക്കുക. ദൈവത്തിന്റെ വചനം പറയുക, റിജോയ്സ്. Again I'm telling you, rejoice. ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കാൻ നീ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പിന്നെയും കരം നീട്ടും. ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ. എല്ലാ കണ്ണുകളും അടച്ചു, എല്ലാ കണ്ണുകളും അടച്ചു. കരച്ചിലിന്റെ രാത്രിയാ. പക്ഷേ ആമേൻ സ്തോത്രം, ജയഘോഷത്തിന്റെ, ഉല്ലാസത്തിന്റെ ഒരു പ്രഭാതം ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. എത്രയോ വർഷങ്ങൾ കൊണ്ട് കരഞ്ഞ എത്രയോ വൃക്ഷങ്ങൾക്ക്, എത്രയോ വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം മറുപടി തന്നു. ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പാടുകയാണ്. യേശുവേ, ഞാൻ അറിയുന്നു നീ എൻ്റെ ചർച്ചിനെ യഥാസ്ഥാനപ്പെടുത്തും, നീ എൻ്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തും, നീ എൻ്റെ മക്കളെ, കുഞ്ഞുമക്കളെ യഥാസ്ഥാനപ്പെടുത്തും. ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഞാൻ രോഗത്തിൻ്റെ പിടികൾ, ആമേൻ എൻ്റെ ശരീരത്തിൽ എനിക്ക് ആരോടും പറയാത്ത രോഗമുണ്ട്. അങ്ങനത്തെ ചില പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അകത്തുണ്ട്. എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ മനസ്സിനകത്ത് ആരോടും പറയാൻ പറ്റാത്ത രോഗങ്ങൾ ഇന്ന് രാത്രി ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവം നിന്നെ സൗഖ്യമാക്കും. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, യേശുവേ, ഇന്ന് രാത്രി ഈ കേട്ട വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ തരികയാണ്. എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി വീഴ്ചകൾ വന്നിട്ടുണ്ട്. അത്യാഗ്രഹത്തിൻ്റെ, അകൃത്യത്തിൻ്റെ അത്യാഗ്രഹം, കർത്താവിന് സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അപ്പാ, ഞാൻ അറിയാത്ത പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുവശങ്ങൾ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, എൻ്റെ അകത്ത് നിറയണമേ. ഒരിക്കൽ കൂടി എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. നമ്മളിൽ എത്ര പേര് പ്രാർത്ഥിക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ അതിരുകളൊന്ന് വിശാലമാകട്ടെ. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ അപ്പുറം എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ചർച്ചിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കരയുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, ആമേൻ സ്തോത്രം, വേദനിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ. പ്രിയ ദൈവ പൈതലേ, നീ വീണ് പോകത്തില്ല. നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. കോപത്തോടെ നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിലും, ശരിയാ, കോപത്തോടെ അടിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ നിന്നെ സൗഖ്യമാക്കും. എന്നാലും ഞാൻ നിന്നെ പിടിക്കും. എന്നാലും ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവ പൈതലേ, നിന്റെ ജീവിതം, നിന്റെ ഭാവി എൻ്റെ അപ്പൻ്റെ കരത്തിൽ, ആമേൻ സ്തോത്രം, സുരക്ഷിതമാ. ദൈവത്തിന് നന്ദി പറഞ്ഞോ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിക്കുന്ന ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാട്ടെ അപ്പ. കർത്താവ്, എൻ്റെ കുടുംബത്തിനകത്തെ രോഗികൾ സൗഖ്യമാട്ടെ അപ്പ. കർത്താവെ, മാറാ രോഗങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. മാറാ രോഗങ്ങൾ മാറട്ടെ. കർത്താവെ, തകർന്നു പോയ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. അനേക വർഷങ്ങൾ കൊണ്ട് വേദനിക്കുന്ന, ആമേൻ, അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ.
ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നെ പുതുക്കി പണിയട്ടെ. എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ സ്വർഗം എടുത്തു മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ മാറ്റണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ മാറ്റണമേ അപ്പാ. എൻ്റെ ഹൃദയത്തിൻ്റെ ആമേൻ സ്തോത്രം, ആ നീറുന്ന വേദനകൾ, പുകയുന്ന വേദനകൾ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ അപ്പാ. ഇന്ന് രാത്രി മാറായെ മധുരമാക്കണമേ. എൻ്റെ അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലര് ആമേൻ സ്തോത്രം അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാ, നീറുന്ന വിഷമമാ. ജീവിത പങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമാ, അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ആ മാറ മധുരമാകട്ടെ, ആ മാറ മധുരമാകട്ടെ. ഇന്ന് 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 ദൈവം നിന്നെ തൊടുന്ന രാത്രിയാ. ഇന്ന് വേറെ ഒന്നും എനിക്ക് വേണ്ട. എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്ക് മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് താലോലിക്കാൻ ആമേൻ സ്തോത്രം ഒരു വേദന എനിക്ക് ആവശ്യമില്ല. You take it out of me, oh God. Amen. You remove that pain out of my life in Jesus' name. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആ പാപരോഗം നീങ്ങി പോകട്ടെ. എല്ലാവരോടുമുള്ള സ്നേഹം കൊണ്ട് നിറയട്ടെ. ആ കരങ്ങളൊന്ന് യാചന രൂപത്തിൽ പിടിച്ച് കർത്താവിന് സ്തോത്രം. നമ്മുടെ മുമ്പിൽ സമയം കുറവായി, എന്നാലും ഒരു നിമിഷം അപ്പാ, ഈ സമയം എനിക്ക് കളയാനില്ല. ആമേൻ. പിശാച് എന്റെ ദുഃഖത്തിനകത്ത് കടന്നുകൂടി ദുഃഖത്തെ കട്ടിപിടിപ്പിച്ച് ദുഃഖത്തിന്റെ പിശാചായി മാറി, നിരാശയുടെ ദുർഭൂതമായിട്ട് മാറി. ഇന്ന് രാത്രി അപ്പാ ആമേൻ സ്തോത്രം ആ പിശാച് എന്റെ ജീവിതത്തിൽ നിന്ന് പോകട്ടെ. I do not need, hallelujah, that dirty spirit in Jesus' name. യേശുവിന്റെ നാമത്തിൽ ആമേൻ. The spirit of disappointment, നിരാശപ്പെട്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് കരയുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ കരം പിടിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനല്ല, ദൈവമാ. ഓ, നിന്നെ കൈവിട്ടു എന്ന് പറയുന്ന അതേ ദൈവം ഇന്ന് രാത്രി നിന്നെ കരം പിടിച്ചിരിക്കുക. Yes, I know who you are. I know your past. I have seen you. ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തെ ഞാൻ അറിയുന്നു, നിന്റെ ജീവിതത്തിന്റെ വീഴ്ചകളെ ഞാൻ അറിയുന്നു. Yet I have decided to heal you. ഇന്നു രാത്രി ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഇന്നു രാത്രി ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. അകൃത്യഭാരം ചുമക്കുന്ന ജനം സൗഖ്യത്തിലേക്ക് കടക്കുന്നത്. ആമേൻ സ്തോത്രം. കരയുന്ന ജനം ആമേൻ സന്തോഷത്തിലേക്ക് കടക്കുന്നത്. ആമേൻ. ഒരൊറ്റ സ്ഥലത്താ. ഏതാണെന്നറിയാമോ ആ സ്ഥലം? ആ സ്ഥലത്തിന്റെ പേരാ കാൽവരി മലയിലെ ക്രൂശ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനം യഥാസ്ഥാനപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല പാപരോഗങ്ങളും മാറിപ്പോകട്ടെ, ശാപരോഗങ്ങൾ മാറിപ്പോകട്ടെ. നിരാശയുടെ ദുർഭൂതം യേശുവിന്റെ നാമത്തിൽ എന്റെ സഭയിൽ നിന്ന് വിട്ടുപോ. ഇത് യേശുവിന്റെ സഭയാ. ചേർന്ന് പറഞ്ഞേ, ഇത് യേശുവിന്റെ സഭയാ. ഇതിന്റെ അകത്ത് അവൻ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ഘോഷമാ. ഇതിന്റെ അകത്ത് ജയത്തിന്റെ ഘോഷമാ. എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകേണ്ടതിന് കർത്താവിന് സ്തോത്രം. മൈ ജോയ് മേ ബി ഫുൾ. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നീ അങ്ങനെ ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി, അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി ഈ ജനത്തിന്റെ മേൽ എന്റെ യേശുവിന്റെ ആണിപ്പഴുതാറുന്ന കരം ഇപ്പോൾ ചലിക്കുന്നതിനായിട്ട് സ്തോത്രം. ചിലരെയൊക്കെ നീ അടിച്ചു, ചിലരെയൊക്കെ മുമ്പിൽ മുഖം മറിച്ചു, ചിലരൊക്കെ പാപികളാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞു. കർത്താവ്, എന്നാലും ഇന്ന് രാത്രി അങ്ങയുടെ ദാസൻ കാണുകയാ, വാരി പുണരുന്ന, കെട്ടിപ്പിടിക്കുന്ന. എനിക്കറിയാം എന്റെ യേശുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുക. When you come back, when you obey him, അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക. ലാസറിന്റെ കുഴിമാടത്തിനകത്ത്, കല്ലറയുടെ അടുക്കൽ ആമേൻ സ്തോത്രം, വേദപുസ്തകത്തിനകത്ത് ഏറ്റവും ചെറിയൊരു വാക്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ യേശു കണ്ണുനീർ വാർത്തു. ഇന്ന് രാത്രി നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ സന്തോഷത്തോടെ കണ്ണുനീരൊഴുക്കുക. When you come back, നീ തിരിച്ചു വന്നാട്ടെ. എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്റെ ദൈവം മാത്രം മതി, എന്റെ യേശു മാത്രം മതി. കർത്താവിന് സ്തോത്രം. അപ്പാ, നീ അങ്ങനെ ചെയ്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി കൃപയ്ക്കായിട്ട് നന്ദി അപ്പാ. സകലമാനവും മാത്രവും സ്തുതിയും പൂച്ചയും അങ്ങേ കരയറ്റുന്നു. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയതോന്നനം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ.